ഒരു കുഞ്ഞിനെ തൻ്റെ അടുത്തിരുത്തി, അതായത് കൊച്ചുമകളെ താലോലിക്കുന്നത് പോലെ താലോലിച്ചുകൊണ്ടാണ്. ആ കുഞ്ഞിൻ്റെ ചിരി തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയായിരിക്കുന്ന ഒരു പ്രക്രിയയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിനുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് നൽകരുത് എന്ന് പരസ്യമായി പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് വയനാട്ടിലെ 178 കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമല്ലേ അത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിരിവ് നടത്തിയില്ലേ? പിരിവ് നടത്തിയതിനു ശേഷം ഒരു വീട് അവർക്കവിടെ വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ പ്രതീക്ഷകൾ അവർക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് ഈ 178 ഇനി വരാനുള്ള ആളുകളെയും കൂടെ കൂട്ടി 402 കുടുംബങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും സ്നേഹവും അത് സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് നാളുകളിലേക്കുള്ള ഒരു ഊർജമായി, ഒരു കരുത്തായി പറന്നുയരുക തന്നെ ചെയ്യും. നമസ്കാരം. നമസ്കാരം. വയനാട് ടൗൺഷിപ്പിലെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതുജീവൻ നൽകിയിരിക്കുകയാണ് സർക്കാർ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കുഞ്ഞിനെ തൻ്റെ അടുത്തിരുത്തി, അതായത് കൊച്ചുമകളെ താലോലിക്കുന്നത് പോലെ താലോലിച്ചുകൊണ്ടാണ്. ആ കുഞ്ഞിനും വീട് നൽകുന്നുണ്ടാവും. ആ ഒരു ചിരിയും ആ ഒരു സന്തോഷം, ആ കുഞ്ഞിൻ്റെ മുഖത്തുള്ള ആ ഒരു ചിരിയും സന്തോഷവും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആ കുഞ്ഞിൻ്റെ ചിരി തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. ആ ചിരിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഏകദേശം 298 ആളുകൾ മരിച്ച ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. ആ ദുരന്തത്തെ തുടർന്ന് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, എത്ര പേർ അനാഥരാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഇന്ന് സന്തോഷത്തിൽ അവർ നിൽക്കുകയാണ്. ഇന്ന് മന്ത്രി രാജനൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു. പ്രായമായ ആളുകളാണ് അവരൊക്കെ. അവരുടെയൊക്കെ വേദനകൾ മാറി അവർക്ക് ഒക്കെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഭവനം ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് എടുത്തിട്ടുള്ള ഒരു സ്ട്രെയിൻ, അത് ഏകദേശം 31 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം പിന്നീട് അത് 9 കുറച്ചു. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന എൻസ്റ്റൺ എസ്റ്റേറ്റ് കണ്ടെത്തുകയും അവിടെ 402 വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ തീരുമാനം എടുക്കുകയും ചെയ്തു സർക്കാർ. അതിൻ്റെ ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് ഇന്ന് പണിത് അവിടെ ആളുകൾക്ക് നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു വീട്, അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ട, വേറെ ഒരു ആശ്രയവും ഇല്ല, കാരണം ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കാണ് ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആത്മവിശ്വാസം നിറച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് അവരെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീടുകളുടെ നിർമ്മിതിയാണ്, ഇത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ തൊഴിലാളികളുടെ ഒരു സംരംഭമാണത്. ബാഗ് ഭടാനന്ദൻ എന്ന് പറയുന്ന വലിയൊരു നവോത്ഥാന നായകൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ലാഭവിഹിതം അവിടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഭരണഘടന തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ കൃത്യതയോട് തന്നെ മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളാണ്. പണി നടക്കുന്ന ഓരോ സമയത്തും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തി അതിൻ്റെ പേപ്പറുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് 7 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് തീർന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ 5.5 മീറ്റർ വീതിയിൽ ഒരു റോഡ്, അതിനപ്പുറത്ത് പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൗണ്ട്. അവിടെ വേണമെങ്കിൽ വൈകിട്ട് മാതാപിതാക്കന്മാർക്കൊക്കെ പോയിരുന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് പോയിരുന്ന് കളിക്കാം, മാതാപിതാക്കന്മാർക്ക് പോയിരുന്ന് പരസ്പരം കുറച്ച് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എറണാകുളത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ടൗൺഷിപ്പിൻ്റെ രീതിയിലേക്ക് തന്നെയാണ് അവിടെ ഈ നിർമ്മിതി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടും ഒരു മലയാളി എന്നുള്ള രീതിയിൽ ലോകത്തുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ്, അല്ലെങ്കിൽ ആ ഒരു വീട് നൽകൽ ചടങ്ങാണ് ഇന്ന് വയനാട്ടിൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയായിരിക്കുന്ന ഒരു പ്രക്രിയയല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഷ്കരമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിട്ട്. സർക്കാരിൻ്റെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട് ഈ ടൗൺഷിപ്പ് എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പോലും പലർക്കും ആശങ്കകളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് തന്നെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു ഇച്ഛാശക്തി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിൽ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിനുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് നൽകരുത് എന്ന് പരസ്യമായി പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിരുന്നു. ഒട്ടുമിക്ക പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മറ്റു പല സംഘടനകൾക്കൊക്കെയാണ് നൽകിയത്. ആ സമയത്തും ഈ പറഞ്ഞ കോൺഗ്രസ് ഒക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത്, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നൊക്കെ. പക്ഷേ എങ്കിൽ തന്നെയും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ 5 കോടിയും അതോടൊപ്പം തന്നെ കർണാടക 10 കോടിയും കേരളത്തിന് നൽകി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. അതുകൂടാതെ തമിഴ്നാട് 5 കോടി രൂപ നൽകി. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചില വൈരനിരാധന ബുദ്ധികൾ ഈ ഒരു പ്രൊജക്ടിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ടൗൺഷിപ്പ് പുനരധിവാസത്തിനെതിരെ പ്രവർത്തിച്ചു, സംഭാവനകൾ നൽകരുത് എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് വയനാട്ടിലെ 178 കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമല്ലേ അത്. ഇത് കൂടാതെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും വീട് വാടക നൽകി. അതുകൂടാതെ തന്നെ 853ഓളം കുടുംബങ്ങൾക്ക് 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റിന്റെ കൂപ്പൺ നൽകി. അത് കൂടാതെ തന്നെ പല ആളുകൾക്കും 15 ലക്ഷം രൂപ, അവർക്ക് സ്ഥലമുണ്ട്, പല സംഘടനകളും സ്ഥലം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് 15 ലക്ഷം രൂപ വെച്ച് വീട് വെക്കാൻ വേണ്ടിയിട്ട് നൽകി. സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണം ഇവിടുത്തെ ചില പ്രതിപക്ഷ പാർട്ടികളും ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ നടത്തിയതെന്നും നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് ഈ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ തന്നെ അവിടെ പോവുകയും ഈ ടൗൺഷിപ്പ് കണ്ട് നടുങ്ങിപ്പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി അവിടെ ടൗൺഷിപ്പ് സന്ദർശിച്ചിരുന്നു. ടൗൺഷിപ്പ് സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിട്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നു നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിരിവ് നടത്തിയില്ലേ? പിരിവ് നടത്തിയതിനു ശേഷം ഒരു വീട് അവർക്കവിടെ വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ അവസാന നിമിഷം അവിടെ പോയിട്ട് അവർ തറക്കല്ലിട്ടിട്ടുണ്ട്. ഈ ഇട്ട തറക്കല്ല് അവിടെ കിടക്കും എന്നുള്ളതല്ലാതെ 2 മാസം കൊണ്ട് ഒരു വീടെങ്കിലും പണിത് പൂർത്തീകരിക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇവരെ കൊണ്ട് ആകെ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ നുണകൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഇത്രയും കുടുംബങ്ങൾ 178 കുടുംബങ്ങൾക്കാണ് പൊതുജീവനേകി. ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഏപ്രിൽ മാസത്തിൽ പണി പൂർത്തീകരിക്കും. അതോടുകൂടി മൊത്തം 402 വീടുകളുടെ പണി കംപ്ലീറ്റ് പൂർത്തീകരിക്കുകയാണ്. വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും, വീടിന് നാശനഷ്ടം സംഭവിച്ചപ്പോൾ എല്ലാവർക്കും വീട് നൽകുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കിക്കേ. അതുകൂടാണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ലോൺ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായി. ഈ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഒരക്ഷരം പോലും മിണ്ടിയില്ല, അനുകൂലമായ ഒരു തീരുമാനമെടുത്തില്ല. പക്ഷെ ധീരതയോടുകൂടി തന്നെ ഈ സർക്കാർ മുൻപോട്ട് വന്നുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതി തള്ളി. ദുരിതബാധിതരുടെ ലോൺ എഴുതി തള്ളി. നിസ്സാര കാര്യമാണോ അത്? അതുകൂടാതെ നമുക്ക് വീണ്ടും തിരിച്ച് ഈ ടൗൺഷിപ്പിലേക്ക് വരാം. വീണ്ടും തിരിച്ച് നമ്മൾ ഈ ടൗൺഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത്. വീടുകൾക്ക് പുറമെ പൊതു റോഡിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതാണ്. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഉണ്ടാവും. കാരണം എത്ര ഗംഭീരമായിട്ടാണ് അതുപോലത്തെ ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി, ഫാർമസി, പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജീവമാക്കും. കാരണം വയനാടുകാർ മറക്കുമോ ഈ സർക്കാരിനെ? വയനാടുകാർ എന്നും നന്ദിയോടെ ഓർത്തു വെക്കില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ പാടില്ല എന്ന ഒരു വലിയ രീതിയിലുള്ള പ്രചരണം ഈ സംസ്ഥാനത്തുണ്ടായി. അതിനെ അതിജീവിച്ചു. 31 സ്ഥലങ്ങളിൽ സ്ഥലം മാർക്ക് ചെയ്തു. പല സ്ഥലങ്ങളെക്കുറിച്ചും എതിരഭിപ്രായങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ CPM-നെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും നിശിതമായി ചില ആളുകൾ കളിയാക്കി, ട്രോൾ മെറ്റീരിയലാക്കി. അതിനെ അതിജീവിച്ചില്ലേ? അതിനുശേഷം ഈ 31-ൽ പിന്നെ 9-ലേക്ക് വന്നു. 9 പിന്നെ 2ആയി. 2ആയിരിക്കുന്ന സമയത്തും ഈ ഇൻസ്റ്റന്റ് കാര്യത്തിൽ ഇത്ര വൈകാൻ കാരണം എന്താ വെച്ചാൽ അതിനെയും കോടതി വ്യവഹാരത്തിലേക്ക് ഇവർ കൊണ്ടുപോയില്ലേ? കോടതി വ്യവഹാരത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ്
ഇന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ 178 വീടുകളുടെ താക്കോൽദാന കർമ്മം നടക്കുന്നത്. ഇത് 178 കുടുംബങ്ങൾക്കല്ല, മൊത്തം 402 കുടുംബങ്ങളുടെ പുനരധിവാസമാണ്. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ പ്രതീക്ഷകൾ അവർക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് ഈ 178 ഇനി വരാനുള്ള ആളുകളെയും കൂടെ കൂട്ടി 402 കുടുംബങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും സ്നേഹവും അത് സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് നാളുകളിലേക്കുള്ള ഒരു ഊർജ്ജമായി, ഒരു കരുത്തായി പറന്നുയരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.